ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 19. മോളെ, എന്തേലും പറ്റിയോടി? ലക്ഷ്മി പാറുവിൻ്റെ കൂനിക്കൂടിയുള്ള ഇരിപ്പ് കണ്ട് ഉച്ചത്തിൽ കരഞ്ഞുപോയി. എൻ്റെ മോൾ എന്തിനാ വെള്ളത്തിലിറങ്ങാൻ പോയേ? എന്തേലും അറ്റത്ത് പറ്റിയിരുന്നെങ്കിലോ? ഉണങ്ങിയ തോർത്തുകൊണ്ട് അവളുടെ തല തുടച്ചു കൊടുത്തുകൊണ്ട് അവർ പദം പറഞ്ഞു. തോട്ടിൽ വീണ് ചേറിൽ പൊതിഞ്ഞു പോയവളെ അഭിയാണ് കരയിലേക്ക് എടുത്തു കയറ്റിയത്. കുറച്ച് വെള്ളം കുടിച്ചെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും പേടി കൊണ്ട് പെണ്ണ് വിറയ്ക്കുവാൻ തുടങ്ങിയിരുന്നു. ഒട്ടിയ വസ്ത്രങ്ങൾ ശരീരത്ത് പറ്റിപ്പിടിച്ചിരുന്നതിനാൽ അവൾക്ക് നിലത്തുനിന്ന് എഴുന്നേൽക്കുവാനും ഒരു മടി തോന്നി. രാജനും അനുവും അഭിയുമൊക്കെ അവളെ നോക്കി കണ്ണു നിറച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ചുവിനായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം. ഭദ്രൻ മാത്രം അവളെ നോക്കി ദേഷ്യമടക്കാൻ പറ്റാതെ കൈമുഷ്ടി ഞെരിച്ചു പിടിച്ചു. പാർവതി തോട്ടിലെ വെള്ളത്തിൽ വീണപ്പോൾ തൊട്ട് അഭി അവളെ കോരി നിലത്ത് കിടത്തുന്നിടം വരെ രാജനങ്കിളിൻ്റെ നന്ദു എന്നുള്ള വിളിയായിരുന്നു അവൻ്റെ തലച്ചോറിൽ അപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഓക്കെയാണ്. ലക്ഷ്മിയുടെ സങ്കടം കാണാൻ ആവതില്ല. അവളൊന്ന് പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു. അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇവളെയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുതെന്ന്. എന്നിട്ട് കേട്ടോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഭദ്രന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മോനെ, ഇവൾ കുട്ടിയല്ലേ, പോരാത്തതിന് സിറ്റിയിൽ ജനിച്ചു വളർന്നത്. നമ്മുടെ നാട്ടിലെ തോടും പുഴയൊക്കെ കാണുമ്പോൾ അവൾക്ക് അതൊക്കെ വല്ലാത്ത കൗതുകം തോന്നും. മോള് മനഃപൂർവ്വം പോയി ചാടി വീണതല്ലല്ലോ, കാല് തെന്നിപ്പോയതാ. എന്തായാലും കുഴപ്പമൊന്നും പറ്റിയില്ല, ഈശ്വരൻ കാത്തു. രാജൻ ആദ്യമായി ഭദ്രനോട് നീരസം തോന്നി. പാറുവിൻ്റെ കണ്ണുനീർ അത്രയ്ക്കും അയാളുടെ നെഞ്ചിൽ നോവ് പടർത്തിയിരുന്നു. അനു, നീ അവളെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി തുണിയൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്ക്, വല്ലാതെ വിറയ്ക്കുന്നു. ഭദ്രൻ്റെ ഭാവമാറ്റം കണ്ടതും അഭി പാർവതിയെ നിലത്തു നിന്നും താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു. ലക്ഷ്മിയും അനുവും കൂടി അവളെ ഇരുവശങ്ങളിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് അവനൊരു നിമിഷം വല്ലായ്മയോടെ നോക്കി നിന്നു. പാവം കുട്ടിയാടാ, നമ്മുടെ നന്ദുവിനെ പോലെ ഒരു കുറുമ്പി. അച്ഛൻ്റെ സംസാരം അഭിയിൽ ഒരു സമയം ഒട്ടൊരു നൊമ്പരം പടർത്തി. അതോടൊപ്പം തന്നെ സന്തോഷവും. നന്ദു പോയതിൽ പിന്നെ അധികം ആരോടും സംസാരിക്കാത്ത അച്ഛൻ ഇന്ന് പാർവതിയോട് ഒരുപാട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അഭിക്ക് വിശ്വസിക്കാനാകുമായിരുന്നില്ല. ഇനിയിവിടെ എന്താ, വാ അകത്തേക്ക് പോകാം. ഭദ്രൻ ഒട്ടൊരു ഈർഷ്യയോടെ വീടിന് നേർക്ക് നടന്നു. പിന്നിലായി അഭിയും അച്ചുമോനെ എടുത്തുകൊണ്ട് രാജനും. ഇതിട്ടോളൂ കുട്ടി, എനിക്കിത്തിരി വണ്ണമുള്ളതുകൊണ്ട് എൻ്റെ ഒന്നും നിനക്ക് പാകമാകില്ല. ഒരു ധാവണിയും ബ്ലൗസും അവക്ക് നേരെ നീട്ടിക്കൊണ്ട് അനു ഒട്ടൊരു വല്ലായ്മയോടെ പറഞ്ഞു. ഇതാരുടെയാ കുട്ടി? ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. നന്ദുവിൻ്റെ ആൻറ്റി. സാരയില്ല, അവൾ ഇട്ടോട്ടെ. അനു ഒന്ന് പുഞ്ചിരിച്ചു. പാറുവിന് ആ സമയം എന്ത് ചെയ്യണമെന്നൊരു ഊഹമില്ലായിരുന്നു. നന്ദന ചേച്ചിയുടെ ധാവണി ഉടുത്താൽ മാറാൻ അതെങ്ങനെയായിരിക്കും എന്നറിയില്ല. അയാളുടെ കൈക്ക് കൊട്ടി കളിക്കാൻ എൻ്റെ വലത്തെ കവളെ എനിക്കിനി ബാക്കിയുള്ളൂ. അവൾ പെറുപെറുത്താണെങ്കിലും അടുത്ത് നിന്നിരുന്ന ലക്ഷ്മി അത് വ്യക്തമായി കേട്ടു. ഈ അവസ്ഥയിലും ചളി അടിക്കാൻ നിന്നെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ. അവളെ ഒന്ന് ശാസിച്ചിട്ട് നനഞ്ഞ പാവാടയും ബ്ലൗസ് ഊരി മാറ്റാൻ പാർവതിയെ അവർ സഹായിച്ചു. ശേഷം ഭംഗിയായി പാറുവിനത് ഉടുപ്പിച്ചു കൊടുത്തു. ശരിക്കും നോക്കിയ നന്ദുവിൻ്റെ ഒരു മുഖച്ചായ ഇവക്ക് തോന്നില്ലേ ആൻറ്റി? പാർവതിയെ ഒരുക്കുന്നതിനിടയിൽ അനു അവളുടെ മനസ്സിലുള്ള സംശയം ചോദിച്ചു. ഏയ്, നിനക്ക് തോന്നുന്നതാ. നന്ദുവിൻ്റെ ധാവണയല്ലേ അവൾ ഉടുത്തിരിക്കുന്നേ, അതുകൊണ്ട് കാണുന്നവർക്ക് അങ്ങനെ തോന്നും. ലക്ഷ്മി അവളെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് നെറുകയിൽ രാസ്നാദിപ്പൊടി തിരുമ്മിക്കൊടുത്തു. ശേഷം പാർവതിയുടെ തോളറ്റം വരെ നീണ്ടുകിടക്കുന്ന കളർ ചെയ്ത മുടിയൊന്ന് കോതിയിട്ട് കുളിപ്പിന്നൽ കെട്ടിക്കൊടുത്തവർ. എൻ്റെ മോള് സുന്ദരിയാണ് കേട്ടോ. ഭദ്രൻ എന്തൊക്കെ പറഞ്ഞാലും അത് നീ മൈൻഡ് ചെയ്യാൻ പോകണ്ട കേട്ടോ. മകൻ്റെ സംസാരം അവൾക്ക് വിഷമമായോ എന്നുള്ളൊരു സംശയം മനസ്സിൽ തോന്നിയതിനാൽ ലക്ഷ്മി അവളോട് മുൻകൂറായി പറഞ്ഞു. പാറു, പേടി പോയോ നിൻ്റെ? ചൂടായിട്ട് എന്തേലും കുടിക്കാൻ കൊണ്ടുവരട്ടെ? അപ്പോഴും ചെറുതായി വിറച്ചുകൊണ്ടിരുന്നവളോട് അനു ചോദിച്ചു. വേണ്ട ചേച്ചി, ഇപ്പം ഇത്തിരി ഭേദമുണ്ട്. പാർവതി മറുപടി നൽകി. എങ്കിൽ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിക്കാനോ നീ പോയി. ഇനിയും താമസിപ്പിക്കണ്ട. അനുമോളുടെ അച്ഛനും അമ്മയൊക്കെ എത്താറായിന്നല്ലേ
ഇത്തിരി മുന്നേ വിളിച്ചു പറഞ്ഞത്? ലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവൾ സമ്മതപൂർവ്വം തലയാട്ടിക്കൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. എന്താ പാറു? പെണ്ണിൻ്റെ ചാഞ്ഞും ചെരിഞ്ഞുമുള്ള നോട്ടം കണ്ടപ്പോഴേക്കും ലക്ഷ്മി ചോദിച്ചു. നടക്കുമ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന വോണി അവളുടെ അനാവൃതമായ വയറിനെ കാട്ടിക്കൊടുത്തു. ഇതൊക്കെ ഊരിപ്പോന്നു ലക്ഷ്മിയമ്മേ. അവരത് അപ്പോഴേക്കും മുറുക്കി കെട്ടിക്കൊടുത്തു. ശീലമില്ലാത്ത വസ്ത്രം അവളുടെ നടപ്പിനെയും ഇരിപ്പിനെയും ഒക്കെ ബാധിച്ചിരുന്നു. രണ്ടുപേരും വായോ, എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ വന്നു കേട്ടോ ലക്ഷ്മിയമ്മേ. അനു സന്തോഷത്തോടെ മുറിയിലേക്ക് ഓടി വന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയും ഒന്ന് പുഞ്ചിരിച്ചു. വരുന്നു മോളെ, നീ ചെല്ല്. അനു പോയ ഉടനെ തന്നെ പാർവതിയെയും കൂട്ടി അവർ ഹാളിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടു അമ്മുമ്മയുടെ ഒക്കത്ത് കയറിയിരിക്കുന്ന അച്ചുമോനെ. അടുത്തായി അവളുടെ അച്ഛൻ ഗോപിയും അനിയൻ അജയും നിൽപ്പുണ്ടായിരുന്നു. സുഖാണോ ലക്ഷ്മി? അവരെ കണ്ട ഉടനെ തന്നെ അനുവിൻ്റെ അമ്മ രാജേശ്വരി അടുത്തേക്ക് എന്ന് കുശലം ചോദിച്ചു. സുഖം, അവിടെയോ? ഇങ്ങനെ പോകുന്നു. കയ്യിലിരുന്ന് കുറുമ്പ് കാട്ടുന്ന കൊച്ചുമോൻ്റെ നേർക്കായിരുന്നു അവരുടെ നോട്ടം അപ്പോഴും. എല്ലാവരും വായോ, കേക്ക് മുറിക്കാം. അഭിയുടെ ശബ്ദം അവിടെ ഉയർന്നപ്പോൾ രാജേശ്വരി അച്ചുവുമായി അങ്ങോട്ടേക്ക് പോയി. അല്പസമയത്തിന് ശേഷം അനുവിൻ്റെയും അഭിയുടെയും നടുവിൽ നിന്നുകൊണ്ട് കുഞ്ഞിച്ചക്കൻ കേക്ക് മുറിക്കാനായി തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന പാട്ടിൻ്റെ താളത്തിനൊത്ത് ചെക്കൻ കാലുകൊണ്ട് എന്തൊക്കെയോ സ്റ്റെപ്പുകൾ ഇടുന്നുണ്ട്. അവിടെ കേക്ക് കട്ടിങ് ഉഷാറാവുമ്പോഴാണ് ആരോ തന്നെ നോക്കുന്നുവെന്ന ചിന്ത പാറുവിന് തോന്നിയത്. അവൾ തലതിരിച്ച് നോക്കിയപ്പോൾ കണ്ടു തന്നെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭദ്രനെ. നന്ദന ചേച്ചിയുടെ ധാവണി താൻ ചുറ്റിയതിൻ്റെ അമർഷമാണ് ഈ നോക്കിപ്പേടിപ്പിക്കൽ എന്നവൾ ഊഹിച്ചു. അവൾ പിന്നീട് ആ സൈഡിലേക്ക് നോക്കുവാനേ പോയില്ല. വെറുതെ എന്തിനാണ് മാരാരുടെ ചെണ്ട ആവുന്നത്? കേക്ക് മുറിച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ കൊണ്ടുവന്ന സ്വർണ്ണമാല അച്ചുമോൻ്റെ കഴുത്തിലേക്ക് ലക്ഷ്മിയമ്മ ഇട്ടുകൊടുക്കുന്നത് കണ്ടു. അനു ചേച്ചി അമ്മയെ അവന് വേണ്ടി എന്തൊക്കെയോ സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഊണിനുള്ള സമയമായപ്പോഴേക്കും ലക്ഷ്മി അമ്മയുടെ കൂടെ തന്നെ പോയിരുന്നു. തനിക്ക് എതിർവശത്തായിട്ടിരുന്ന ഭദ്രനെ മനഃപൂർവ്വം ഗൗനിക്കാനായി പോയില്ല. സദ്യ കഴിക്കുമ്പോഴും പായസം കുടിക്കുമ്പോഴും ഒക്കെ ആളിൻ്റെ നോട്ടം തൻ്റെ നേർക്കായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എടോ, തനിക്ക് ഉപ്പേരി വേണ്ടേ? തൻ്റെ ഇടതുവശത്ത് നിന്ന് ഒരു അശരീരി കേട്ടപ്പോഴാണ് അങ്ങോട്ടേക്ക് നോക്കിയത്. നോക്കിയപ്പോൾ കണ്ടു അനുചേച്ചിയുടെ അനിയൻ അജയാണ്. ആളിൻ്റെ കണ്ണ് തൻ്റെ ഇലയിൽ ബാക്കിയായ ഉപ്പേരിയിലേക്കും. എനിക്കിതിഷ്ടമല്ല. ആ സാധനത്തിൻ്റെ രുചി പണ്ടേ ഇഷ്ടമല്ലാത്തതിനാൽ അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ എനിക്കിഷ്ടമായി കേട്ടോ. പറഞ്ഞുകൊണ്ട് തൻ്റെ ഇലയിൽ വിളമ്പി ഉപ്പേരി എടുത്തുകൊണ്ട് പോകുന്നവനെ കണ്ണും മിഴിച്ച് നോക്കിയിരുന്നവൾ. ദൈവമേ, ആരേലും തിന്നുന്നതിൻ്റെ ബാക്കി തിന്നുവോ? അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. അതെ, ഞാൻ ആരുടെ എച്ചിലൊന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല. പക്ഷെ ഇഷ്ടമായാൽ അനുവാദം ചോദിച്ചിട്ടേ എടുക്കൂ. അതിപ്പോൾ ഉപ്പേരി ആയാലും ഉപ്പേരിയുടെ ഉടുമയായാലും. കണ്ണിറുകിക്കൊണ്ട് തന്നെ നോക്കി ചിരിക്കുന്നവനെ കണ്ട് തലയിലിരുന്ന് എന്തൊക്കെയോ കൂടും കുടുക്കുകയും എടുത്ത് പറന്നു പോകുന്നത് അവൾ അറിഞ്ഞു. ഇയാൾ എന്നെ പ്രപ്പോസ് ചെയ്തതല്ലേ? കണ്ണുമിഴിച്ച് മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു ഇനിയും കനിയടങ്ങാത്ത വീരഭദ്രൻ്റെ കണ്ണുകളിലെ അഗ്നി. ഇങ്ങനെ പോയാൽ ഇങ്ങനെയുടെ തല കൊണ്ടുപോയി ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. മനസ്സിലങ്ങനെ പറഞ്ഞിട്ട് കൈ കഴുകുവാനായി എഴുന്നേറ്റ് പെണ്ണ്. എടി, ഒന്ന് നിന്നേ. കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആളിൻ്റെ ഗർജനം പിന്നിൽ നിന്നും കേട്ടു. ഈശ്വര, ഇയാൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പാറു തിരിഞ്ഞു നോക്കിയത് തന്നെ. നീ എന്തിനാടി എൻ്റെ നന്ദനയുടെ ധാവണി ചുറ്റിയിരിക്കുന്നേ? അയാളുടെ ആക്രോശം ഇത്തിരി പതങ്ങനെയായിരുന്നു. ആരെങ്കിലും കേട്ടാലോ എന്നുള്ള പേടിയിൽ. ഇത് ഞാനെടുത്തു കൊടുത്തല്ല, അനുചേച്ചി തന്നതാ. ഇത്തിരി അകലം വിട്ട് നിന്നാണ് അത്രയും പറഞ്ഞത്. നീ അത് ഊരിക്കേ, നീ അത് ഉടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിത് ഊരിക്കളഞ്ഞിട്ട് വേറെന്തിടാനാ? പാർവതിക്ക് ചെറിയ രീതിയിൽ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അതൊന്നും എനിക്കറിയില്ല. നീ ആരാ? എൻ്റെ നന്ദനയാണോ? ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. വീട്ടിലുള്ള എല്ലാവരെയും മയക്കാൻ നിനക്ക് നല്ല കഴിവാണല്ലേ? ഭദ്രൻ അമർഷത്തോടെ ചോദിച്ചു. അതെ, നല്ല കഴിവാണ്. നിങ്ങൾക്കെല്ലാവരെയും വെറുപ്പിക്കാനുള്ള കഴിവല്ലേ ഉള്ളത്? പുച്ച ഒരു 5-6 ലോഡ് വാരി വിതറി അവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ ഓടി. സദ്യ കഴിച്ച് ഒന്നാമത് വയറു നിറഞ്ഞിരിക്കുകയാണ്.
ഇനി അങ്ങേരുടെ വായിലുള്ളത് കേട്ട് കൂടി നിറയ്ക്കാൻ വയ്യ. അതെ, മറുപടിയൊന്നും പറഞ്ഞില്ല. കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അഭിയേട്ടനോട് സൂചിപ്പിച്ചോളാം. നേരെ ചെന്ന് ചാടിക്കൊടുത്തത് അജയുടെ മുമ്പിലായിരുന്നു. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്നുള്ള പഴഞ്ചൊല്ല് എനിക്ക് വേണ്ടി മാത്രമാണ് തയ്യാറാക്കിയതെന്ന് ആ നിമിഷം പാർവതി ഒന്ന് സ്മരിച്ചുപോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത വരാം. എല്ലാവരും പതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുകയും വേണം കേട്ടോ. അപ്പം നാളെ കാണാം. ബൈ ബൈ.